ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വീണ്ടും യാത്ര പോവുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏലപ്പാറ വരെ പോവുകയാണ്. അപ്പോൾ കുട്ടിക്കാനം ഏലപ്പാറ റൂട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേരും പറയാറുണ്ട് ഇവിടെ ജീവിക്കുന്നതിന് പുണ്യം ചെയ്യണം എന്നൊക്കെ. ഓരോരുത്തരുടെയും കമൻസൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷമുണ്ട്. ശരിക്കും 365 ദിവസവും മഴയും മഞ്ഞും ഒക്കെയുള്ള സ്ഥലമാണ് നമ്മുടേത് പീരുമേട്, കുട്ടിക്കാനം, ഏലപ്പാറ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ വർഷം കുറച്ച് നല്ല ചൂടുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഞങ്ങളിവിടെ സ്ഥിരതാമസക്കാരായതുകൊണ്ട് ഒരു 30 ഡിഗ്രിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ചൂടായിട്ടാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ ഒരു 20-21 ഡിഗ്രിയാണ് കേട്ടോ ഇവിടുത്തെ മാക്സിമം ചൂടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വർഷം നമുക്ക് കുറച്ച് ചൂടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ചൂടൊക്കെ മാറി, നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി നമ്മൾ വീണ്ടും നമ്മുടെ ആ പഴയ കാലാവസ്ഥയൊക്കെ തിരിച്ചു വന്നതിൻ്റെ സന്തോഷത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ റൂട്ടിൽ പോകുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഏലപ്പാറയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് എസ്റ്റേറ്റുകളുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു ആഷ്ലി ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ട് വളരെ ദൂരെയായിട്ട് മരക്കൂട്ടങ്ങൾക്കിടയിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾക്ക് ഒരു വേദിയായിട്ടുള്ള അല്ലെങ്കിൽ ലൊക്കേഷനായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ ആഷ്ലി ബംഗ്ലാവ്. അതായത് നമ്മുടെ നസീർ സാറിൻ്റെ കാലം മുതലുള്ള ഒരുപാട് സിനിമകൾ ആഷ്ലി ബംഗ്ലാവ് കേന്ദ്രീകരിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഫേമസ് ആണ്. ഇതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറിയാൽ ആഷ്ലി ബംഗ്ലാവിലേക്ക് പോകാം. ഒത്തിരി വിനോദസഞ്ചാരികളൊക്കെ വരാറുണ്ട് കേട്ടോ അവിടേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും എണ്ണി പോകാൻ പറ്റും. മഴ തുടങ്ങിയാൽ പിന്നെ എല്ലായിടത്തും ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളാണ്. അതും കാണാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയും കൊണ്ട് വരുന്ന സഞ്ചാരികളൊക്കെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ച് തന്നെയാണ് പോവാറ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പള്ളിക്കുന്ന് പള്ളിയുടെ ഫ്രണ്ടിലാണ്. അവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു പൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പേര് കരീബിയൻ യൂക്ക എന്നാണ്. വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന പൂവാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് പൂത്തത്. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ അവിടെ നിന്ന് യാത്ര തുടരുകയാണ്. തുടർന്ന് നമ്മൾ എത്തുന്നത് ഒരു വെള്ളച്ചാട്ടത്തിനടുത്തേക്കാണ്. അവിടെ നമുക്കൊന്ന് നിർത്തിയിട്ട് നമുക്ക് നോക്കാം. നല്ല മഴ കനത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവിടുന്ന് വെള്ളം വരാറുണ്ട്. ഇപ്പം മഴ തുടങ്ങിയതേ ഉള്ളൂ, എന്നാലും നല്ല തോതിൽ വെള്ളം ചാടുന്നുണ്ട്. ഇവിടെ ആളുകളൊക്കെ സാഹസികമായിട്ട് ഇവിടേക്കൊക്കെ ഇറങ്ങിപ്പോയിട്ട് ഇതിൽ കുളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ച് സൂക്ഷിച്ചൊക്കെ വേണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഉരുള് പൊട്ടുകയും മണ്ണിടുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ് അധികവും. അതുകൊണ്ട് തന്നെ ഇതുവഴി വരുന്ന യാത്രക്കാർ, സഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ചോളൂ. പക്ഷേ കുറച്ച് സൂക്ഷിച്ചൊക്കെ ഒന്ന് മാറിയൊക്കെ നിന്നാൽ സൗന്ദര്യം ആസ്വദിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്ത വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതൊരു ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിലും നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ചായക്കടയും കൂടെ ഉണ്ട്. അപ്പോൾ ചായ കുടിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പ്രകൃതി മനോഹരമായ ഈ ദൃശ്യവും ആസ്വദിക്കാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇനിയുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പം ദൂരെ മലയിലൊക്കെ നോക്കുകയാണെങ്കിൽ മഞ്ഞിങ്ങനെ, കോടമഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സ്ഥലമൊക്കെ എസ്റ്റേറ്റ് ഏരിയ ആണ്, ടീ എസ്റ്റേറ്റ് ആണ് ഫുള്ള്. ടൈഫോയ്ഡ് എസ്റ്റേറ്റ് ഒക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. അതുപോലെ ഒരുപാട് എസ്റ്റേറ്റുകൾ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഈ മെയിൻ റൂട്ടിൽ നിന്ന് കുറച്ചുള്ളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ടീ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഈ റൂട്ടിൽ വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. കുറച്ച് ദുർഘടമായ വഴികളൊക്കെയാണ് ടീ ഫാക്ടറിയിലോട്ടൊക്കെ പോകുന്നത്. എങ്കിലും ആ പോകുന്ന വഴി എന്ന് പറയുന്നത് നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടൊക്കെ സാധിക്കും.
നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കട്ടപ്പന റൂട്ട് ആണ്, ഏലപ്പാറ കട്ടപ്പന റൂട്ടാണ്. അപ്പോൾ സ്റ്റേറ്റ് ഹൈവേ ആണ്. മുമ്പ് ഈ റോഡ് ഇത്രയും വീതിയൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ ദുർഘടമായ പാത തന്നെയായിരുന്നു. എപ്പോഴാണ് മണ്ണിടിയുക എന്നൊക്കെ പേടിച്ചൊക്കെയാണ് ഈ വഴി കൂടെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഈ റോഡിനൊക്കെ വീതി കൂട്ടി നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കിയിട്ട് ഇപ്പോൾ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അത്യാവശ്യം വീതിയൊക്കെ ആയിട്ടുണ്ട്. എങ്കിലും ആ പ്രകൃതിയിലെ മനോഹാരിത നഷ്ടപ്പെടാതെ വീതി കൂട്ടാനായിട്ട് മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റും കുറച്ച് നീരൊഴുക്കുകളൊക്കെ ചെറുതായിട്ട്. തിരിച്ചു വരുമ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് എടുക്കാം കേട്ടോ. ഇവിടെ വലിയൊരു മരം നിൽക്കുന്നുണ്ടോ, ഇത് സഞ്ചാരികളുടെ സ്ഥിരം ഒരു പ്ലേസാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഗമണ്ണ് പോകുന്ന വഴി കാണാൻ പറ്റും. ഏലപ്പാറ വാഗമൺ റൂട്ടാണ് ഈ കാണുന്നത്. ഈ ഒരു മലയോര പാത കാണുന്നത് നല്ല ഭംഗിയാണ്. മേലിൽ നിന്ന് താഴോട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സഞ്ചാരികൾ വണ്ടികളൊക്കെ ഇവിടെ ഒതുക്കിയിട്ട് വന്ന് നിൽക്കാറുണ്ട്. ഇവിടെ ഒരു വിശാലമായ വ്യൂ പോയിന്റും കൂടി സഞ്ചാരികൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. ജംഗ്ഷനോട് അടുക്കുന്ന ഭാഗത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ടും സൺഡേസിലാണ് ആളുകൾ കൂടുതലും ജംഗ്ഷനിലേക്ക് ഇറങ്ങുക സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. മാർക്കറ്റൊക്കെ സജീവമാകുന്നത് ഞായറാഴ്ച ദിവസങ്ങളാണ്. അപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്കും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ക്യൂ നിൽക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ എന്തായാലും തിരിച്ചു പോരുകയാണ്. തേയിലത്തോട്ടങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കും. ആ തേയില വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു കാഴ്ച തന്നെ അതിമനോഹരമാണ്. തിരിച്ചു വരുന്ന വഴിക്കുള്ള കുറച്ച് വെള്ളച്ചാട്ടങ്ങളും കൂടെ കാണാം. ഈ പാറയൊക്കെ ചെത്തിയെടുത്തിട്ടാണ് കേട്ടോ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന വഴിക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞി അരുവികൾ പോലെയുള്ള വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്തൊക്കെ എങ്ങനെയാണ് വേസ്റ്റ് കൊണ്ട് വലിച്ചെറിയാൻ തോന്നുന്നതെന്ന് ഇതിനിടയിലുള്ളൊരു ചോദ്യമാണ്. കാരണം ഈ വെള്ളച്ചാട്ടത്തിന് താഴോട്ടൊക്കെ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം സഞ്ചാരികൾ ഇതുവഴി വരുന്നവർ ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നിങ്ങൾ കൊണ്ടുവരുന്ന വേസ്റ്റ് ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രകൃതിയൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ കിടക്കും. അല്ലെങ്കിൽ ഇവിടെയൊക്കെ പിന്നീട് വരുന്നവർക്ക് അസ്വസ്ഥത ഉളവാക്കുന്ന രീതിയിലായി പോവും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണേ. പണ്ട് കാലങ്ങളിലൊക്കെ ഈ വഴി നടന്ന് യാത്ര ചെയ്യുന്നവർക്ക് കുടിനീരുറവയായിരുന്നു ഈ വരുന്ന അരുവികൾ അല്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങളൊക്കെ. ഇപ്പോഴും ഒരുപാട് ആളുകൾ സഞ്ചാരികൾ ഇവിടെയൊക്കെ നിർത്തി വെള്ളം കുപ്പിയിലൊക്കെ ശേഖരിക്കാറുണ്ട്. നല്ല തെളിനീരാണ്, നല്ല രുചിയാണ് ഇവിടുത്തെ വെള്ളത്തിന്. മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ വെള്ളം കുറച്ച് ഹാർഡായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതായത് നമുക്ക് വെള്ളം ചൂടാക്കുമ്പോഴൊക്കെ കുറച്ച് നേരം സമയം എടുത്തിട്ടാണത് തിളയ്ക്കുള്ളൂ. ഇവിടുത്തെ ഹാർഡ് വാട്ടർ എന്നാണ് ഇവിടുത്തെ വെള്ളത്തിന് നമ്മൾ പൊതുവേ പറയുക. ഇപ്പോഴും ആളുകൾ ഈ സൈഡിലൊക്കെ കൊണ്ട് നിർത്തിയിട്ട് വണ്ടി കഴുകാനും അതുപോലെ കുപ്പികളിലൊക്കെ വെള്ളം ശേഖരിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യാറുണ്ട്.
ഏലപ്പാറ കുട്ടിക്കാനത്തിനിടയ്ക്കുള്ള ചെറിയൊരു സ്ഥലമാണിത്. മേമല എന്നാണ് പേര്. ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കൊച്ചു കടകളും ഒക്കെ ആയിട്ട് ചെറിയ ജംഗ്ഷനൊക്കെയാണ്. പക്ഷെ നമ്മൾ അവിടെയെല്ലാം ഈ സ്ഥലങ്ങൾക്കെല്ലാം ടൗൺ എന്നാണ് കേട്ടോ പറയുക. നമ്മളിപ്പോൾ പീരുമേടാണെന്നുണ്ടെങ്കിൽ പീരുമേട് ടൗൺ എന്നാണ് പറയുന്നത്. പക്ഷെ വളരെ ചെറിയൊരു ജംഗ്ഷനാണിത്. അതിന് എപ്പോഴും എന്നെ എല്ലാവരും കളിയാക്കാറുണ്ട്. പിന്നെ നിങ്ങളുടെ വലിയ ടൗൺ ഇതാണല്ലേ ടൗൺ. ഇപ്പം നമ്മൾ അതുപോലെ ദേവികുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ, മൂന്നാറടുത്ത് ദേവികുളം ടൗൺ എന്ന് പറയുന്നിടത്ത് ഒരു ചെറിയ ചായക്കടയും ഒരു പെട്ടിക്കടയും മാത്രമേ ഉള്ളൂ. പക്ഷേ അതും ഞങ്ങൾക്ക് ടൗണാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇടുക്കിക്കാരുടെ ടൗൺ. അവിടെ എല്ലാം സിറ്റി ടൗണൊക്കെയാണ്. നമുക്ക് വലമ്പിള്ള സിറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം വളരെ ചെറിയൊരു ജംഗ്ഷൻ അത്രയേ ഉള്ളൂ. അത് കുറച്ച് കടകളൊക്കെ ആയിട്ട്. നേരത്തെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട വെള്ളച്ചാട്ടമാണ് ഇവിടെ. ഇവിടെ ഒരു കുഞ്ഞി ചായക്കടയുണ്ട്. അവിടെ ഇപ്പോൾ സഞ്ചാരികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ഒരു റൂട്ടൊക്കെ ഇപ്പോഴാണ് ഇത്രയും മനോഹരമായിട്ട് കാണാൻ പറ്റുന്നത്, ഈ റോഡിന് വീതി കൂട്ടിയപ്പോൾ. നമ്മൾ മുമ്പ് കണ്ട വെള്ളച്ചാട്ടത്തിനടുത്തൊക്കെ ആളുകൾ വന്ന് നോക്കുന്നുണ്ട് ഇപ്പോൾ. വൈകുന്നേരങ്ങളിലേക്ക് ഇതുവഴിയുള്ള ഡ്രൈവിങ് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കോടമഞ്ഞ് നന്നായിട്ട് ഇറങ്ങുന്ന സമയമായിരിക്കും. അതുപോലെ സൺസെറ്റിൻ്റെ ആ ഒരു ഭംഗിയും ഒക്കെ കൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ അടുത്ത ടൗൺ, പള്ളിക്കുന്ന്. മുമ്പ് നമ്മൾ കണ്ടില്ലേ, അതാണ്. ഇവിടെ ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള പള്ളിയാണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ കല്ലറ എന്ന് പറയുന്ന ഒരു കുതിരയൊക്കെ അടക്കിയിട്ടുണ്ട് ഈ പള്ളിയുടെ കല്ലറയിൽ. ഇവിടെ എപ്പോഴും സിനിമ ഷൂട്ടിങ് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ആൻ്റണി സിനിമയുടെയൊക്കെ ഷൂട്ടിങ് ഇവിടെ ഏറ്റവും റീസെൻ്റായിട്ട് നടന്ന ആൻ്റണി സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു. അതിന് ശേഷവും പല ഫിലിംസിൻ്റെ ഷൂട്ടിങ്സ് നടന്നിട്ടുണ്ട്. ആ സിനിമകളൊന്നും ഇറങ്ങിയിട്ടില്ല റീസെൻ്റായിട്ട് നടന്നത്. ലെഫ്റ്റ് സൈഡിലോട്ട് കാണുന്ന റോഡ് MBC കോളേജിലേക്ക് പോകുന്ന റോഡാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ വീടിനടുത്തേക്ക് എത്തുകയാണ്. ഇവിടെ നമ്മുടെ പൈൻ ഫോറസ്റ്റ് ഒക്കെ കാണാൻ പറ്റും. കുട്ടിക്കാനൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുന്നു കേട്ടോ. കുട്ടിക്കാനം ടൗണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമേ.